മാർക്കൊന്നും ഇടാമോ? എത്ര മാർക്ക് കൊടുക്കാം? എങ്ങനെയുണ്ട് നോക്ക്. ഉപ്പ് മുളക് എല്ലാം ഉണ്ടോ നോക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അത് മതി, അത് മതി. നന്നായിട്ടുണ്ടോ? നമ്മുടെ നാടൻ കോഴിക്കറി. കപ്പ് ഇപ്പൊ റെഡിയാവും. കപ്പ ഇത് നമുക്ക് ഒരു അടുപ്പുള്ളൂ. അത് മാറ്റിയിട്ട് വേണം അടുത്ത കപ്പ് വെക്കാനായിട്ട്. വേണ്ട, അത് കഴിച്ചോ. അപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പം നമ്മുടെ കപ്പയും ചിക്കനും അടിപൊളി കോമ്പിനേഷനാണ്. ഇതേപോലെ ഒരു ചിക്കൻ കറി ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ. ചുമ്മാ പറയുന്നതല്ല, താങ്ക് യു സോ മച്ച്. ഹായ് ഗൈസ്, ഇതാണ് ഞങ്ങൾ വടക്കമ്പുഴ എന്ന് വിളിക്കുന്ന ചാലക്കുടി പുഴ. ഈ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദര മനോഹര ഗ്രാമമാണ് ഏഴാറ്റുമുഖം. 7 പുഴാമുഖങ്ങൾ എന്നാണ് ഏഴാറ്റുമുഖം എന്നതിൻ്റെ അർത്ഥം. ഇവിടെ ചാലക്കുടി പുഴ 7ആയി വിഭജിച്ച് വിവിധ കൈവഴികളിലൂടെ ഒഴുകുന്നതുകൊണ്ടാണ് ഈ ഗ്രാമത്തിന് ഏഴാറ്റുമുഖം എന്ന പേർ ലഭിച്ചത്. 7 ജലപ്രവാഹങ്ങളും ഒന്നിക്കുന്ന ഈ പ്രദേശം പ്രകൃതിയിലെ ഒരു അത്ഭുതമാണ്. ഈ അത്ഭുത ദേശത്താണ് ഇന്നത്തെ ഞങ്ങളുടെ പാചകം. ദാ പോണ ആളെ നിങ്ങൾ കണ്ടോ? അതാണ് ജോസ് മോൻ. ആ യുവാവാണ് ഇന്നത്തെ നമ്മുടെ ഷെഫ്. ആളൊരു പുപ്പുലിയാണ്. പാചകത്തിൽ നല്ല കൈപുണ്യവും വാചകത്തിൽ നല്ല നൈപുണ്യവുമുള്ള ഈ സുന്ദര യുവാവ് ഒരു കമ്പനിയുടെ ഫൈനാൻസ് വിഭാഗത്തിൻ്റെ ഹെഡായി വർക്ക് ചെയ്യുമ്പോൾ തന്നെ സൈഡായി നെൽകൃഷിയും മീൻ വളർത്തലും പച്ചക്കറിത്തോട്ടവും ഒപ്പം സഞ്ചാരവുമുണ്ട്. ഇന്നത്തെ യുവാക്കൾക്ക് മാതൃകയാക്കാൻ പറ്റിയ വ്യക്തിത്വത്തിന് ഉടമയാണ് ജോസ് സ്റ്റീഫൻ. സകലകലാവല്ലഭനും സർവോപരി പരോപകാരിയും മനുഷ്യസ്നേഹിയുമായ ജോസ്മോൻ്റെ പുഴയിറമ്പിലെ പ്രകൃതിരമണീയമായ ഇടത്തെ വ്യത്യസ്തമായ പാചകത്തിന് നമുക്ക് തീ കൊടുത്താലോ? തുടങ്ങിയാലോ? ഹലോ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഏഴാറ്റുമുഖം പുഴയുടെ തീരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. അപ്പോൾ വിചാരിച്ചു ഞങ്ങളുടെ സുഹൃത്തായ ജോസ് ആണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു കുക്കിംഗ് ചെയ്യുന്നത്. എന്താണ് ജോസ് ഇന്ന് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് നാടൻ കോഴി അരച്ച് വെക്കണ ഒരു കറിയാണ് വെക്കുന്നത്. അത് ഒരു സ്പെഷ്യലായിട്ടുള്ള കറിയാണ്. ഇത് നമ്മുടെ മണിയുടെ നാടായ ചാലക്കുടി പുഴ ഉണ്ടല്ലോ, മണി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മകൾ ഐവർസ് കൊണ്ട് നമുക്ക് ഇവിടെ ഒരു കുക്കിങ്. ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായി കണ്ടില്ലേ ബാക്കിൽ. അപ്പോൾ ഇവിടെ ഒരു കുക്കിങ്. അപ്പോൾ കോഴിയാണ് വെക്കാൻ പോണത്, കോഴിക്കറി. അപ്പോൾ നമുക്ക് വറുത്തരച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ പുഴയുടെ തീരത്താണല്ലോ, അപ്പോൾ അതേ രുചിയിൽ നമ്മൾ ചെയ്യാൻ പോണ്. അതിന്റെ പൊടികളൊക്കെ, അതുപോലെയുള്ള പൊടികളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ ചെയ്യാൻ പോണത്. അപ്പൊ തീയാണ് കത്തിച്ചാലോ? കത്തിക്കട്ടെ. ദീപം തെളിയിച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ തീ കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സബോള അരിയണം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലോ? നമ്മൾ വീട്ടിൽ ആട്ടിച്ച് വെളിച്ചെണ്ണയാണ്. അത് ഒരു പകുതി ഒഴിച്ച് ഫസ്റ്റ് ഒഴിക്കട്ടെ. നിൽക്കട്ടെ മതി. ഓക്കെ. ചൂടായെന്ന് പറയുമ്പോൾ കൈ വെച്ച് നോക്കിയേ. ഇത് നാടൻ കോഴിയാണ്. നാടൻ കോഴി. സ്പെഷ്യൽ ആയിട്ടുള്ള മസാലകളാണ് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഇത് നമ്മുടെ കാന്താരി മുളക്, പിന്നെ ഇഞ്ചി. ഇത്ര സാധനങ്ങളാണ് ഇതിന് മേജറായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. അതെല്ലാം ഇടും. അത് നാരങ്ങ പിഴിയണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം മെയിനായിട്ട്. പിന്നെ തക്കാളി അതിൽ ഉപയോഗിക്കും. അപ്പോൾ എനിക്ക് നമ്മൾ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് സബോള അങ്ങോട്ട് ഇട്ടാലോ? പച്ചമുളക് ഇട്ടു, കാന്താരി ഇട്ടു. താങ്ക് യു. നമുക്ക് ഇതൊന്ന് പിടിച്ചു തരാമോ? അപ്പൊ ഞാൻ കുറച്ച് ഉപ്പിടട്ടെ ഫസ്റ്റ്. ഉപ്പിടാണേ? ഓക്കെ, ഉപ്പിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടേക്കാം. നമുക്ക് കുറച്ച് വേപ്പില ഇട്ടാലോ? കുറച്ച് മല്ലി ഇട്ടിട്ടെന്നാ. ഇതൊരു കോഴിയാണ്, ഒരു 2-3 കിലോ. ഓക്കെ, 2.5 സംതിങ്. മല്ലി ഒന്ന് ഡ്രൈ വരുമ്പോഴേക്കും നമുക്ക് മുളക് പൊടി ഇടാണേ.
എരിവ് എങ്ങനെയാ? എരിവ് എനിക്ക് ആ ഓ കുഴപ്പമില്ല, എരിവ് മതിയോ? നമുക്ക് ഇനി തക്കാളി ഞാൻ വേഗം അരിഞ്ഞിട്ടേ, തക്കാളി സെറ്റ് മസാല മറക്കരുത്. മറക്കല്ലേ അത് ഗരം മസാല നമുക്ക് ഫ്ലേവർ ഉള്ളിയാണ് കുക്ക് ചെയ്യുന്നത്, ചേട്ടനല്ല. അല്ല മറന്ന് എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കുള്ള ഒരു രോഗമാണ്. അല്ല, ജോസ് വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ടോ? പിന്നെ നമ്മളെല്ലാത്തിലും സകല കല വല്ലഭനാണ്. ഭാര്യ എങ്ങനെ വിദഗ്ധയാണ്. പിന്നെ ഇനി ഗരം മസാല ഇട്ടോ. മസാല ഗരം മസാല എവിടെ? ഇതല്ലേ അപ്പോൾ ഗരം മസാല ഇപ്പൊ ഗരം മസാലയാണ് ഇടുന്നത്. ലാസ്റ്റ് ഗരം മസാല ഇട്ടു. അയ്യോ നമ്മളൊരു സാധനം വിട്ടുപോയേ, ഇഞ്ചി ഇടാൻ മറന്നില്ലേ? അയ്യോ ഇഞ്ചി കുഴപ്പമില്ല, ഞാനത് അടിയിൽ കണ്ടു. ഇഞ്ചി നമ്മൾ മിസ്സായി പോയ ഒരു സംഭവമാണേ. ഇതിന്റെ സ്മെല്ല് വന്നപ്പോഴും എനിക്ക് തന്നെ തോന്നി വെളുത്തുള്ളി വേണമായിരുന്നു, പക്ഷെ വെളുത്തുള്ളി നമ്മള് വേണ്ട. നമുക്ക് ഇങ്ങനെ പറയാം, വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ഇടാം. അങ്ങനെ പറഞ്ഞു. 450 രൂപയാണ് വെളുത്തുള്ളിയുടെ വില. അത് കാരണം നമ്മള് മണപ്പൂ പക്ഷേ സബോള കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം അല്ല. ഇൻകം ടാക്സുകാർ വന്നാനേ റെയ്ഡ് അല്ല. ഈ സബോള മേടിക്കുക എവിടുന്ന് കാശ് കിട്ടിയെന്ന് ഇൻകം ടാക്സ് ആയിട്ട് വന്ന് ചോദിക്കൂ. ഇത് എവിടുന്ന് പഠിച്ച റെസിപ്പിയാ ജോസ്? ഇതൊക്കെ നമ്മള് സ്വന്തമായിട്ട് നമ്മള് ഡെവലപ്പ് ചെയ്ത് റിസർച്ച് ചെയ്ത് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ജന്മനാളുള്ള ഒരു കഴിവാണ്. പിന്നെ അവരിൽ നിന്നും ഭയങ്കര അവര് ഹാപ്പിയാണ്. അതെ നിർബന്ധമുണ്ടോ? വേണ്ട, കുഴപ്പമില്ല. വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് ഇഷ്ടമില്ല. അന്ന് കുഴപ്പമില്ല, നമുക്ക് വേണ്ട. അപ്പൊ നമ്മള് കോഴി അതിലേക്ക് ഇടാണേ. പുറത്ത് നിൽക്കുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം, ഒരല്പം, ഒരു ഗ്ലാസ് മതി. മതി. കോഴി ഇട്ടു, നമ്മൾ എല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് കയറി. ഇനിയിപ്പോൾ നമ്മൾ കളറൊക്കെ കുഴപ്പമില്ല. വേവ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിത് മൂടി വെക്കാം. കുറച്ച് നേരത്തേക്ക് മൂടി വെക്കാനായിട്ടേ നമ്മൾ ഇലയാണ് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ ഇല വെച്ച് തന്നെ മൂടാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കുമ്പർ സാലഡ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം നമുക്ക്. ഇതിൽ നമ്മളൊരു സാധനം മറന്നുപോയി, നമുക്ക് ഇച്ചിരി നാരങ്ങ പിഴിയായിരുന്നു. ഇതിപ്പോൾ ഏതാണ്ടൊക്കെ ഒരുമാതിരി വേവായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ ഇത് വെന്താലാണ് അത് കറക്റ്റാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേവ് അറിയുന്നത് ഇവിടെ നെയ്യ് കണ്ടില്ലേ, നെയ്യ് മുകളിലേക്ക് വരും. നെയ്യ് മുകളിലേക്ക് വന്നാലാണ് വേവ് കറക്റ്റാവുള്ളൂ. നെയ്യ് മുകളിലേക്ക് വന്നു തുടങ്ങി. 5 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പം തെളിഞ്ഞു വന്നു. ഇതിപ്പോൾ നമുക്ക് കഴിക്കാം, പക്ഷേ പ്രായമുള്ളവർക്ക് ചൂണ്ടും വേവണം. ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഇത് വെന്തോന്ന് നോക്കണ്ടേ, നമുക്ക് ഉപ്പ് നോക്കണ്ടേ? അവിടെ നിന്ന് അങ്ങോട്ട് വരാം. ഇതിന് മാർക്കൊന്നും ഇടാമോ ജഡ്ജസ്? നോക്ക്, ഇത് എത്ര മാർക്ക് കൊടുക്കാം? എങ്ങനെയുണ്ട് നോക്ക്. ഉപ്പ് മുളക് എല്ലാം ഉണ്ടോ നോക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അത് മതി. നന്നായിട്ടുണ്ടോ? നമ്മുടെ നാടൻ കോഴിക്കറി. കപ്പ ഇപ്പൊ റെഡിയാവും. കപ്പ ഇത് നമുക്ക് ഒരു അടുപ്പുള്ളൂ, അത് മാറ്റിയിട്ട് വേണം അടുത്ത് കപ്പ വെക്കാനായിട്ട്. വേണ്ട, അത് കഴിച്ചോ. അപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ? അതെ, ഓക്കെ. നമുക്ക് കപ്പ വെക്കാം. എന്തോ ഏത് ശരിയല്ലേ? നാടൻ കോഴിയുടെ ടേസ്റ്റ് പ്രത്യേകം. ഞങ്ങളെ കോഴിക്കറി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് കപ്പ വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴിക്കറി റെഡിയാണ്. അപ്പോൾ നമ്മൾ ഈ കോഴിയുടെ കൂടെ കഴിക്കാനായിട്ട് കപ്പ വേണ്ടേ? അപ്പോൾ കപ്പ നമ്മൾ ഇതാകണ്ടോ, കപ്പ നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന കപ്പയാണ്. കപ്പ നമ്മൾ ക്ലീൻ ചെയ്ത് പീസാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഡയറക്റ്റ് ഇവിടെ നമ്മൾ വെറുതെ പുഴുങ്ങി കഴിക്കാന്നുള്ള രീതിയിലാണ് ചെയ്യാൻ പോണേ കേട്ടോ. വെള്ളം ഒഴിക്കാൻ പോണേ. വെള്ളം ഒഴിച്ചു, കപ്പ മുങ്ങാവുന്ന രീതിയിൽ വെള്ളം. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പിട്ടു.
ഇനി നമ്മൾ മഞ്ഞൾ കുറച്ചിടണം, കുറച്ച് മഞ്ഞളിടാം കേട്ടോ. ഓക്കെ, മഞ്ഞളിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതില്ല മറ്റേ വേപ്പിലയുടെ ഒരു എസൻസ് നമുക്ക് ഇതിൽ വരണം. അപ്പോൾ വേപ്പിലിട്ടു. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഇഞ്ചി നമ്മളിവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി ആക്ച്വലി നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ബാക്കി വെച്ചതാണ്. അപ്പോൾ ആ ഇഞ്ചി നമ്മളിതിലേക്ക് ഇടാൻ പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഇതിൽ വരണം. ഇഞ്ചി ഇട്ടു, എല്ലാം ഇട്ടു. ഇനി നമ്മളൊരു മുളക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നാടൻ മുളക് നമ്മൾ ഇവിടെ നാട്ടിലുള്ള ഉണ്ടമുളക് പറയില്ലേ, അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാൻ പോകണം കേട്ടോ. ഇത്ര നേരം നമുക്കൊന്ന് വെള്ളത്തിൽ വേണമെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം, കാരണം വേവ് അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഒരു 2 മിനിറ്റ് കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ മഞ്ഞൾ, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇട്ടുണ്ട്. നല്ല കളറെല്ലാം മഞ്ഞ കളറാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പൈനാപ്പിൾ ചെത്തിയാലോ? ഇതങ്ങോട്ട് ചെത്താം. നമ്മുടെ വീട്ടിലുണ്ടായ പൈനാപ്പിളാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇതെന്തെങ്ങനെ ഒരു കുത്ത് പൈനാപ്പിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാ? അതങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യിപ്പിച്ചത്. എന്താ അതെ, ഞങ്ങൾ ജലകന്യക്ക് ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോണ്. ജലകന്യ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാമോ? അതെ, ഇതൊന്ന് മാർക്ക് ഇട്ടതായോ? എങ്ങനെയുണ്ട് നോക്കി? പൈനാപ്പിൾ വീട്ടിലുണ്ടായ പൈനാപ്പിളാണ്. ആ, എങ്ങനെയുണ്ട് നോക്ക്? അതെ, ആ, നല്ല മധുരം. വീട്ടിലുണ്ടായതാ. ആ, വേണം ഒരു പീസ് കൂടി കൊടുക്കട്ടെ. എന്നാ ഒരു കൊടുത്തോട്ടെ. 3 പീസ് വരെ എടുക്കാന്ന് പറയണേ. ഇതിനെ ജർമ്മനിൽ എന്താ പറയണേ? അനന്നാസ്. ഇത് അനന്നാസ് എന്നാണ് ജർമ്മനിയിൽ പറയണത്. നമുക്കതൊന്നും അറിയില്ല. നമ്മൾ പൈനാപ്പിൾ എന്ന് പറയും. അതാ, അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക്. അപ്പൊ ഞാൻ ഒരെണ്ണം കഴിച്ചോട്ടെ? അയ്യോ സോറി. അപ്പൊ ഒരെണ്ണം കൂടി കഴിച്ചോ. ആ, നിങ്ങളുടെ കാർന്നൂരുണ്ട്. കാർന്നൂര് തൃശ്ശൂരിൽ നിന്ന് വണ്ടി വിളിച്ച് വന്നേക്കുന്നതാണ്. അപ്പൊ പുള്ളിക്ക് ഒരു കഷ്ണം കൂടി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പുള്ളി ഒരു കവിത പാടാമോ? പിന്നെ അന്ന് തുടങ്ങിയേ. ഭക്ഷണം ഇപ്പൊ തുടങ്ങണം. ഞാൻ പാട്ട് ലാസ്റ്റ് ഇത് തീരുന്നേ നമ്മള് ഇത് പിരിച്ചു വിടാനായിട്ട് നമ്മളൊരു പാട്ട് പാടും. നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. കപ്പ അതേ വെന്തു. വേണ്ട വെന്തു. അപ്പോൾ കപ്പ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അത് നിർത്തണം ഇപ്പോൾ കേട്ടോ. നിർത്തിയിട്ട് ഈ വെള്ളം ഊറ്റി കളയാൻ. ചിലപ്പോൾ ഈ ചില കപ്പയ്ക്ക് ഒരു ചെറിയൊരു കയ്പിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, കട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതൊന്നും ഊറ്റി കളയണം. അപ്പോൾ നമ്മൾ വേവ് പുഴയിലേക്ക് ഊറ്റി കളയണം. അപ്പം മീനുകൾക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അത് ഓഫ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആശംസ കൊണ്ട് നമ്മളിത് നിർത്താണ് കേട്ടാ. കുക്കിങ് നിർത്താണേ. ഓക്കെ. അപ്പം കപ്പ അതെ നമ്മളിങ്ങനെ പുഴയുടെ തീർത്തിരുന്നിട്ടെ ഇതിങ്ങനെയായിട്ട് ഇടണേ. 2-3 പീസ് കപ്പ ഇടണേ. ഇനി നമ്മൾ നമ്മുടെ കോഴിക്കറി എവിടെയാ? ചൂടൻ കോഴിക്കറി. മണം. അപ്പോൾ നാടൻ കോഴി. അപ്പം അതേ കോഴിക്കറി ഇത് കണ്ട ഒന്ന് ഇളക്കിയിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് വേണ്ട ഉണ്ട്. അത് കറുത്ത പൂവനാണ്. നമുക്ക് പൂവനോട് ഇഷ്ടം. അപ്പൊ പൂവൻ കോഴിയാണ്. അപ്പൊ ഇതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഒരു മാർക്ക് ഇട്ട് തരാമോ? ഇപ്പം നമ്മുടെ കപ്പയും ചിക്കനും അടിപൊളി കോമ്പിനേഷനാണ്. ഇതേപോലെ ഒരു ചിക്കൻ കറി ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ. ചുമ്മാ പറയുന്നതല്ല, ഭയങ്കര താങ്ക് യു സോ മച്ച് ജോസെ. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, കപ്പയും ചിക്കൻ കറിയും. ഇതേപോലെ ഒരു ചിക്കൻ കറി ഞാൻ ഇതുവരെ കൂട്ടിയിട്ടില്ല. ചുമ്മാ പറയുന്നല്ല കേട്ടോ, സത്യമായിട്ടും പറയുന്നതാണ്. നാടൻ കോഴിക്ക് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
കൈപ്പുണ്യൊക്കെ അങ്ങോട്ട് വരും. മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒത്തിരി പേര്? നമ്മുടെ സ്നേഹമുള്ളവരുടെ കൂടെ നമ്മൾ കൂടുമ്പോൾ നമുക്ക് കൈപ്പുണ്യൊക്കെ തന്നെ വരും. അപ്പൊ ഇനിയും ഞങ്ങള് പലവിധ കുക്കിംഗ് ഇതൊക്കെയായിട്ട് കുക്കിംഗായിട്ട് വരും ജോസിനോടൊപ്പം, നമുക്ക് പ്രതീക്ഷിക്കാലോ. പിന്നെ അപ്പൊ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, ബൈ ബൈ, നമസ്കാരം. പക്ഷെ ഇതൊക്കെ തീർക്കണം, ഞങ്ങൾ തിന്ന് തീർക്കട്ടെ. ഇനി ഇത് തിന്നാം. ബാ.